കണ്ണൂർ എഡിഎമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ആവശ്യപ്പെട്ട തുടർ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ മൊഴിയും പുതിയ പരാതികളുടെ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിലെ ഏക പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ ഔദ്യോഗിക ഫോണിൽ നിന്ന് ജില്ലാ കളക്ടറുമായി നടത്തിയ ആശയവിനിമയം ഉൾപ്പെടെയുള്ള വിവരങ്ങളും തുടർ അന്വേഷണത്തിൽ പരിശോധിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശിച്ച 4 പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് റിപ്പോർട്ട്. കോടതി നിർദ്ദേശിച്ച തരത്തിൽ രേഖാമൂലമുള്ള വിശദീകരണങ്ങളും അനുബന്ധ രേഖകളും റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചു. കണ്ണൂർ റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര, സിറ്റി പോലീസ് കമ്മീഷണർ P നിധിൻ രാജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. കുറ്റപത്രത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കോടതി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടത്. ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ രേഖകൾ, TV പ്രശാന്തിന്റെ സ്വർണ്ണപ്പണയ ഇടപാടിന്റെ രേഖകൾ, CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ തുടങ്ങി വിഷയങ്ങളിലാണ് കോടതി വ്യക്തത തേടിയത്. റിപ്പോർട്ട് ഔദ്യോഗികമായി പരിഗണിക്കുന്നതോടെ വിചാരണ നടപടികളിലേക്ക് കടക്കും. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിൽ കണ്ട നിവേദനം കഴിഞ്ഞ ദിവസം നൽകിയതും വാർത്തയായിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും മകളും ബന്ധുക്കളും ചേർന്നാണ് നിവേദനം നൽകാനായി എത്തിയത്. റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധുവിനൊപ്പം എത്തിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്. കണ്ണൂർ MLA TO മോഹനനും ഒപ്പമുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിലെ ഒരംഗത്തിന് ആശ്രിത നിയമനത്തിനുള്ള ഫയൽ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും നിവേദനം നൽകി. 2 കാര്യങ്ങളിലും അനുഭാവപൂർവ്വമായി പ്രതികരിച്ച മുഖ്യമന്ത്രി തീരുമാനം ഉടൻ അറിയിക്കുമെന്നാണ് ഉറപ്പ് നൽകിയതായും പഴകുളം മധു അറിയിച്ചു. കേരള സമൂഹവും തങ്ങളും ഏറെ നാളായി കാത്തിരിക്കുന്നതാണ് നവീൻ ബാബുവിനും കുടുംബത്തിനുമുള്ള നീതി. നിഷ്പക്ഷവും നീതിയുക്തവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണം. അന്വേഷണത്തിന് വേണ്ട നടപടികളെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായും ബന്ധു പ്രവീൺ ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ അന്വേഷണത്തിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയെന്ന് നോക്കിയാൽ 2024 ഒക്ടോബർ 14 പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന് കണ്ണൂർ കളക്ടറേറ്റിൽ യാത്രയയപ്പ് നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെത്തിയ അതിഥിയായി വരികയും നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. യോഗത്തിലുണ്ടായിരുന്ന നവീൻ ബാബു മാനസിക വിഷമത്തോടുകൂടി ഇരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലേന്ന് രാത്രി മലബാർ എക്സ്പ്രസിന് ചെങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്ന അദ്ദേഹം കുടുംബം കാത്തുനിന്നെങ്കിലും അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് എത്തിയത്. സംഭവത്തെ തുടർന്ന് പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ കുടുംബത്തിന്റെ ഈ ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ പ്രത്യേക കാരണങ്ങളില്ലെന്നുമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും സർക്കാരിന്റെ നിലപാടുകളാണ് കോടതികൾ അംഗീകരിക്കാൻ ഇടയുണ്ടായത്.